നാട്ടിൽ വന്നിട്ട് ഇതുവരെ കപ്പ വാങ്ങിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല കപ്പയും മീൻകറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടെ ചീരയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് നല്ല ചൂര മീനാണ് കേട്ടോ കിട്ടിയത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം ചൂരയാണ് കേട്ടോ. ഇന്ന് പകുതി ചൂരയാണ് കിട്ടിയത്. നല്ല വിലയായിരുന്നു കേട്ടോ ഇന്നത്തെ ചൂരയ്ക്ക്. മെയിനായിട്ട് എനിക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ചൂര തലയൊക്കെ കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അതിൽ കൊണ്ടുവന്ന മുളകും ചീരയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. മീനിനെ അങ്ങ് പെട്ടെന്ന് തന്നെ മുറിച്ചങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചേ. കപ്പ ഉണ്ടെങ്കിൽ ഞങ്ങൾ കപ്പയും മീൻകറിയാണ് കൂടുതലാക്കാറ്. വേറെ കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അത് ഉണ്ടാക്കിയാലും ഇവിടെ ആരും കഴിക്കുകയില്ല. കപ്പയും മീൻകറിയും തന്നെയായിരിക്കും കഴിക്കുന്നത്. ചോറ് പോലും അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ല കേട്ടോ. മീനെയൊക്കെ മുറിച്ച് പിന്നെ അരപ്പൊക്കെ കലക്കി കല്ലുപ്പ് ഇട്ട് അടുപ്പിലോട്ട് അങ്ങ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പയുടെ തോടൊക്കെ ചെയ്യേണ്ട അമ്മ ഇവിടെ ഇളക്കി തന്നെ കേട്ടോ. പിന്നെ അരിഞ്ഞെടുത്താൽ മതി. വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിൽ കപ്പയൊക്കെ കൂടുതലും കാലിലിങ്ങനെ കത്തി വെച്ചിട്ടാണ് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അത് എവിടെയൊക്കെയോ നോക്കി അങ്ങ് അരിഞ്ഞെടുക്കും. എനിക്കത് വശമില്ല, കയ്യിൽ വെച്ചിട്ട് ഞാൻ പക്ഷെ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കേ. പിന്നെ ഞാൻ വിചാരിച്ചു ചീര തോരനും കൂടെ വയ്ക്കാം. 2 പിടി ചീര വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിൽ 1 പിടി ഇന്ന് അങ്ങ് വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനും അങ്ങ് അരിഞ്ഞ് മാറ്റി വെച്ചു. അപ്പോൾ അടുപ്പിൽ നമ്മുടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്നുകൂടെ എടുത്ത് ഇങ്ങനെ കുലുക്കി അങ്ങ് മാറ്റി വെച്ചാൽ അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങ് വറ്റി വന്നോളൂ. പിന്നെ നമ്മൾ കപ്പയൊക്കെ ഇളക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് മീനിനെ അങ്ങ് വറ്റിച്ചെടുത്തൊന്നുമില്ല. കാരണം ഇവിടെ എല്ലാവർക്കും കറി വേണം, കറി 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ മീനിൻ്റെ തല തപ്പിയപ്പോൾ അതിൻ്റെ പകുതി തല ഏകദേശമൊക്കെ പൊടിഞ്ഞൊക്കെ പോയി കേട്ടോ. പിന്നെ കപ്പയും ആ മീൻകറിയും പിന്നെ നല്ല ചോറും നല്ല ചീരത്തോരനും പിന്നെ ഇവിടെ ചെയ്യേണ്ട അമ്മ മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. മാങ്ങ ഇട്ടതിൻ്റെ അന്ന് തന്നെ കഴിപ്പ് തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഏകദേശം തീരാറുമായി. അപ്പം നല്ല കപ്പയും മീൻകറിയും ചോറും എല്ലാം കൂടെ കൂട്ടി ഇന്നൊരു പിടി പിടിച്ചു.